അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സേ സീരീസ് ആണ്. സേ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് ഒരു മോഡൽ ചോദ്യം കൂടി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡിറ്റർമിനൻസിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. അതായത് നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ തരും. ഏതാണ്? ഒരു ട്രയാങ്കിൾ തരും. ഈ ട്രയാങ്കിളിൻ്റെ 3 കോർഡിനേറ്റ്സ്, അതായത് 3 മൂലകളില്ലേ, 3 മൂലകൾ അല്ലെങ്കിൽ 3 വെർട്ടെക്സുകൾ. ഈ 3 വെർട്ടെക്സുകളുടെയും കോർഡിനേറ്റ് തരും. 2, 3, 5, 8, 4, 7 ഇങ്ങനെ 3 വെർട്ടെക്സുകളുടെയും കോർഡിനേറ്റ് നമുക്ക് തരും. എന്നിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കും. എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും എന്നാണ് പറയുന്നത്. എടാ വളരെ സിമ്പിളാണ്. നമ്മൾ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 പോയിന്റുകൾ തന്നിട്ടില്ലേ, അത് 3 നമ്മൾ എടുത്ത് എഴുതും. 2, 3 പിന്നെ ഏതാണ് 5, 8 താഴത്തേക്ക് എഴുതണേ. 5, 8 അടുത്ത എത്രയാണ് 4, 7. ഇനി മൂന്നാമത്തെ നമ്പറായിട്ട് ശ്രദ്ധിച്ചോളണം. മൂന്നാമത്തെ നമ്പറായിട്ട് എല്ലാം ഒന്നിടണം. എന്താണ്? എല്ലാം ഒന്നിടണം. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. അത് കൂടാതെ ഈ കിട്ടുന്ന ഉത്തരത്തിൻ്റെ പകുതി എടുക്കുക. ഇത്രേ ഉള്ളൂ. എന്താണ്? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിച്ചേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അതായത് നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടാവും, ഒരു ത്രികോണം തന്നിട്ടുണ്ടാവും. അതിൻ്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് പോയിൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ വെർട്ടെക്സുകൾ അല്ലെങ്കിൽ മൂലകളുടെ കോർഡിനേറ്റ്സ് x1 y1 x2 y2 x3 y3 ആണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹാഫ് എടുക്കണം ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ. ഏത് ഡിറ്റർമിനൻറ്റിൻ്റെയാണ്? ഇവിടെ 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ആ 3 പോയിന്റുകൾ എടുത്ത് എഴുതുക. x1 y1 x2 y2 x3 y3. ഈ മൂന്നാമത്തെ നമ്പറുകളെല്ലാം മണ്ണിടുക, എന്നിട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് ചെയ്യാൻ അറിയാവുന്നതാണ് അല്ലേ? സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഒരു സിമ്പിൾ ചോദ്യം ഇതേ പിടിച്ചു. എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ശ്രദ്ധിച്ചേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ 38 -4 2 5 1. എന്താണ്? 38 -4 2 5 1. ശ്രദ്ധിച്ചോളണം. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 38. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്പറുകൾ എഴുതിക്കോട്ടെ. ഇപ്പം ഇവിടെ തന്നെ 38 എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ എഴുതാം. ഇഷ്ടമുള്ളിടത്ത് എഴുതിക്കോ. 38 -4 2 പിന്നെ എത്രയാണ്? 5 1 5 1. ഇത് 3 നമ്മളോട് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ചെയ്തേക്കാം. ഏരിയ ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ഹാഫ് ഇൻറ്റു ആണ് ഡിറ്റർമിനൻ്റ്. എടാ ഇത് മറന്നു പോരുത്. ഇത് മിക്കവരും മറന്നു പോകുന്നതാണ് ഈ ഹാഫ് ഇടാൻ. ഹാഫ് ഇടണം, നിർബന്ധമായിട്ടും ഹാഫ് ഇടണം, ഇല്ലെങ്കിൽ തെറ്റും. ഏരിയ എന്ന് പറഞ്ഞാൽ, ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ആ ഹാഫ് തന്നെയാണ് ഇവിടെ വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നോക്കിയേ, നമുക്ക് ചെയ്യാം. ആദ്യത്തെ നമ്പർ ഏത് എഴുതി ഞാൻ? 5 1. രണ്ടാമത്തെ നമ്പർ ഞാൻ എഴുതി. എത്ര എഴുതി? 3 8. അടുത്ത എത്ര എഴുതി? -4 2. ഞാൻ എഴുതി കേട്ടോ. 3 എഴുതി. മൂന്നാമത്തെ നമ്പറുകളെല്ലാം എന്തെഴുതണമെന്നാണ് പറഞ്ഞത്? 1 എഴുതണമെന്നാണ് പറഞ്ഞത്. 1 എഴുതി. ഇനി നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഹാഫ് ഇൻറ്റു ഹാഫ് പുറത്ത് കിടന്നോട്ടെ. ഇനി നമുക്ക് ചെയ്യാൻ പോവുകയാണ്. ദേ ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് നമ്പർ എടുത്തു 5. എന്നിട്ട് ആ നമ്പർ ഇരിക്കുന്ന റോയും മാറ്റി, ആ നമ്പർ ഇരിക്കുന്ന കോളവും മാറ്റി. ബാക്കി വന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? ഇത് രണ്ടും മാറ്റി കഴിയുമ്പോൾ ഏതാണ്? 8 1 2 1 എന്ന് വരും അല്ലേ? 8 1 2 1. രണ്ടാമത്തെ നമ്പർ എന്താണോ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതണം, ചിഹ്നം മാറ്റി എഴുതണം. 1 ആയിരുന്നു, -1 എഴുതി. അപ്പോൾ എന്ത് കിട്ടി? അതിൻ്റെ റോയും കോളവും മാറ്റണം. ഇതും മാറ്റി. അപ്പോൾ 3 1 -4 1 അല്ലേ? 3 1 -4 1. ഓക്കെ അല്ലേ? അടുത്ത നമ്പർ അതുപോലെ തന്നെ എഴുതുക. +1 ഓക്കെ. അതിൻ്റെ റോയും കോളവും മാറ്റുമ്പോൾ 3 8 -4 2 അല്ലേ? 3 8 -4 2. 3 8 -4 2. ഓക്കെ അല്ലേ? ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഹാഫ് ഇൻറ്റു. ഇനി മറ്റേ പരിപാടി ചെയ്യുക, ഡിറ്റർമിനൻ്റ് പരിപാടി ചെയ്യുക. 5 ഇൻറ്റു ചെയ്യാം. 8 ഇൻറ്റു വന്ന് എത്രയാണ്? 8 മൈനസ് 2 ഇൻറ്റു വന്ന് എത്രയാണ്? 2. ഓക്കെ അല്ലേ? -1 ഇൻറ്റു
ചെയ്യാം. 3 ഇൻറ്റു 1 എത്രയാണ്? 3 മൈനസ്, ശ്രദ്ധിക്കണം, -4 ഇൻറ്റു 1 -4 ഇൻറ്റു 1 എത്രയാണ്? -4. ആ മൈനസും ഈ മൈനസും കൂടി വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ എത്രയാണ്? -4 മാറി +4 ആയി. അടുത്തത് +1 ഇൻറ്റു 3 ഇൻറ്റു 2 എത്രയാണ്? 6 മൈനസ് ഇട്ടു, കുറയ്ക്കണം, എത്രയാണ്? -4 ഇൻറ്റു 8 ഇൻറ്റു 4 32 മൈനസ് ഉള്ള കാരണം -32 ആവും. ആ മൈനസും ഈ മൈനസും കൂടി വരുമ്പോൾ +32. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി സിംപ്ലിഫൈ ചെയ്യാം. ഇതേ ശ്രദ്ധിച്ചോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നോക്കിയേ, സിംപ്ലിഫൈ ചെയ്യാം. ഹാഫ് ഇൻറ്റു, ശ്രദ്ധിച്ചേടാ, ഹാഫ് ഇൻറ്റു ഓരോന്ന് ചെയ്യാം അല്ലേ? ഓരോന്ന് ചെയ്യാം. 5 ഇൻറ്റു നോക്ക്, 8 ന്ന് 2 പോയാൽ എത്ര? 8 - 2. ഞാൻ ബ്രാക്കറ്റിലുള്ളത് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. 8 - 2 ആൻസർ എത്രയാണ്? 6. ഓക്കെ, അടുത്ത് ഞാൻ -1 എഴുതി ഇൻറ്റു ഇനി ബ്രാക്കറ്റിലുള്ളത് 4 + 3 എത്രയാടാ? 7. ബ്രാക്കറ്റിലുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. +1 ഇൻറ്റു 6 + 32 ആൻസർ എത്രയാടാ? 38. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, ഹാഫ് ഇൻറ്റു ശ്രദ്ധിച്ചേ, 6 ഇൻറ്റു 5 എത്രയാണ്? 30 മൈനസ് 1 ഇൻറ്റു 7 എത്രയാടാ? 7 പ്ലസ് 1 ഇൻറ്റു 38 എത്രയാടാ? 38. ഇതങ്ങോട്ട് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഹാഫ് ഇൻറ്റു 30 - 7 38. വളരെ സിമ്പിളായിട്ട് ഈ 30 ഉം 38 കൂടി കൂട്ടാം. അപ്പം എത്രയാണ്? 68. 68-ൽ നിന്നും 7 കുറയ്ക്കാം. അപ്പം എത്രയാണ്? 61. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഉത്തരം ഒന്ന് നോക്കി, ഹാഫ് ഇൻറ്റു, ശ്രദ്ധിച്ച്, ഹാഫ് ഇൻറ്റു എത്ര വന്നു? 61 എന്ന് വരും. അതായത് 61ൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 61/2 മാത്രം എഴുതി വെക്കുക, അല്ലെങ്കിൽ 61ൻ്റെ പകുതി എടുത്ത് 30.5 എന്ന് എഴുതുക. ഏരിയ ആയതുകൊണ്ട് എന്താണോ യൂണിറ്റ് അതിൻ്റെ സ്ക്വയർ എടുത്ത് എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. ഇനി അവസാനം വരുമ്പോൾ നിങ്ങളുടെ തെറ്റിപ്പോയാലും നിങ്ങളത് വിട്ട് കളയണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന രീതി ശരിയാക്കി എഴുതിക്കോളണം. എങ്ങനെയാണ്? ഹാഫ് എഴുതുക, എല്ലാ പോയിന്റുകളും എഴുതുക, കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഒരെണ്ണം കൂടി ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതേ നോക്കിയേ. ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ 0, 2, 0, 3, 4, 6. ദെൻ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ ഏരിയ പോയിന്റുകൾ ഏതൊക്കെയാണ്? 0, 2, 0, 3, 4, 6. ഓക്കെ അല്ലേ? ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണോന്നാണ് പറഞ്ഞത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഏതൊക്കെയാണോ പോയിന്റ് അതൊക്കെ എടുക്കുക. 0, 2, 0, 3, 4, 6. 0, 2 എടുത്തു, 0, 3 എടുത്തു, 4, 6 എടുത്തു. ലാസ്റ്റ് പോയിന്റുകളെല്ലാം 1. ചെയ്യാം. ഹാഫ് ഇൻറ്റു ശ്രദ്ധിച്ചോളണം. 0 എടുത്തു, 0 ഇരിക്കുന്ന റോയും കോളവും മാറ്റി. അപ്പോൾ ആൻസർ എന്ത് വന്നു? 3161 എന്ന് വന്നു. 0 ആയതുകൊണ്ട് അത് ചെയ്യണ്ട, എന്നാലും ചെയ്ത് നമുക്ക് പോവാം. അടുത്തത് രണ്ടാമത്തെ പോയിന്റ്. ആദ്യം 0 എടുത്തു, അടുത്തത് 2 എടുത്തു, 2ന്റെ സൈൻ മാറ്റി -2 കൊടുത്തു. 2 ഇരിക്കുന്ന റോയും കോളവും മാറ്റി. അപ്പോൾ 0141. ഓക്കെ അല്ലേ? അടുത്ത മൂന്നാമത്തെ നമ്പർ എടുത്തു, +1. അതിന്റെ റോയും കോളവും മാറ്റി എഴുതണം. റോയും മാറ്റി കോളവും മാറ്റി. അപ്പോൾ 0346. ഓക്കെ അല്ലേ? ഇനി ഇത് ചെയ്തതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞേ, ഹാഫ് ഇൻറ്റു 0 അതുപോലെ ഇരിക്കട്ടെ. 1 ഇൻറ്റു 3 എത്രയാണ്? 3 മൈനസ് 6 ഇൻറ്റു 1 എത്രയാണ്? 6 മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു 0 എത്രയാണ്? 0 മൈനസ് 4 ഇൻറ്റു 1 എത്രയാണ്? 4 പ്ലസ് 1 ഇൻറ്റു 6 ഇൻറ്റു 0 എത്രയാണ്? 0 മൈനസ് 4 ഇൻറ്റു 3 എത്രയാണ്? 12. ഓക്കെ അല്ലേ? ഇനി ആ ബ്രാക്കറ്റിലുള്ളത് മാത്രം ഞാൻ ചെയ്യുവാണ്. ഹാഫ് ഇൻറ്റു നോക്കിയേ, 0 ഇൻറ്റു 3 - 6 എത്രയാണ്? -3. അടുത്തത് -2 ഇൻറ്റു അടുത്ത ബ്രാക്കറ്റ് 0 - 4 എന്ന് പറഞ്ഞാൽ -4. അടുത്തത് +1 ഇൻറ്റു എത്ര വരും? 0 - 12 എന്ന് പറഞ്ഞാൽ -12. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്ക്, ഹാഫ് ഇൻറ്റു ഇനി ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ എഴുതുവാണ്. 0 ഇൻറ്റു -3 എത്രയാണ്? 0. ഇൻറ്റു മാത്രം ചെയ്യുവാണ് കേട്ടോ, ഇൻറ്റു മാത്രം. 0 ഇൻറ്റു -3 0. -2 ഇൻറ്റു -4. അപ്പോൾ മൈനസും ചേർന്ന് പ്ലസ് ആവും. 4 ഇൻറ്റു 2 എത്രയാണ്? 8. അടുത്തത് +1 ഇൻറ്റു -12 എന്ന് പറയുമ്പോൾ എത്രയാണ്?
12 എന്ന് വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു എത്ര വന്നു ഇതിൻ്റെ അകത്ത് 8 - 12 എന്ന് പറയുമ്പോൾ -4 എന്ന് വരും. -4ൻ്റെ ഹാഫ് എടുക്കണം അല്ലേ, -4/2 എന്ന് വരും. ആൻസർ എത്രയാണ്? -2. ഏരിയ ആയതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ് ഉണ്ടാവില്ല. നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് എടുത്തോളാം. അപ്പോൾ ആൻസർ എത്രയാണ്? ബി. ആൻസർ എത്രയാണ്? ബി. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മനസ്സിലായല്ലോ. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഏതൊക്കെ എഴുതാം, ആ 3 നമ്പറുകൾ എഴുതണം, അവസാനം 1 1 1 ഇട്ട് അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ മതി. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം.